എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദാസ് എന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ശ്രീ തടിയൂർ കലേഷ് കുമാറിൻ്റെ ആരോപണങ്ങൾക്കുള്ള മറുപടികൾ കൊടുക്കാം അല്ലേ. അദ്ദേഹം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഇപ്പോൾ മുമ്പത്തേക്കാളും കുറച്ച് രോഷാകുലനായിട്ടുണ്ട്. ആദ്യം കുറച്ച് രോഷാകുലനായിരുന്നു, പിന്നീട് ആളൊന്ന് കൂളായി. ഇപ്പോൾ വീണ്ടും രോഷാകുലനായി. കാരണം ഒരു ചെറിയ പയ്യൻ അദ്ദേഹത്തിനെതിരെ വീഡിയോ ചെയ്യുന്നു, അദ്ദേഹം പറയുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആർക്കായാലും ഒന്ന് രോഷം ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. എന്ത് ചെയ്യാം. അപ്പോൾ അദ്ദേഹം വീണ്ടും വീഡിയോ ചെയ്തിട്ടുണ്ട്. പുതിയ വീഡിയോയിൽ പുതിയ ആരോപണങ്ങളും പുതിയ കളിയാക്കലും പുതിയ ആക്രോശവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. നമ്മൾ വീണ്ടും അതിനെ കൂളായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്ന അസഭ്യങ്ങൾ നമ്മൾ എടുക്കുന്നുമില്ല. ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണല്ലോ, നമ്മൾ ആ സംസ്കാരത്തിൽ പോകാൻ പാടില്ലല്ലോ. ഓക്കെ, അപ്പം അദ്ദേഹം പുതിയ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആൾ ആദ്യം പറയുന്നത് വെച്ചാൽ 2.5 വർഷം ഒരു സ്ഥലത്ത് പൂജ ചെയ്തതിന് ശേഷം അവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയാണ് പിന്നീട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ജ്യോതിഷം പഠിക്കാൻ പോയത്. എന്നിട്ട് അവിടെ ജ്യോതിഷം പറഞ്ഞു കൊടുക്കുന്നു, ക്ലാസ്സുകൾ എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾ തന്നെ താങ്കളുടെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കോടികൾ തട്ടിച്ചു അല്ലേ, പൈസ കമ്മീഷൻ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ താങ്കൾ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിരുന്നെങ്കിൽ താങ്കൾ ഇപ്പോൾ പറയുന്നതും അന്ന് പറയുന്നതും തമ്മിൽ ഒരു ലോജിക്ക് ഇല്ലല്ലോ. കാരണം എന്താ, അന്ന് ഞാൻ പൈസ കമ്മീഷൻ മേടിച്ചു അല്ലെങ്കിൽ എന്താ പറയുക കോടികൾ തട്ടിച്ചു എന്നൊക്കെയാണല്ലോ ആരോപണം. അപ്പോൾ അങ്ങനെ തട്ടിപ്പ് നടത്തിയെങ്കിൽ ഇന്ന് എനിക്ക് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നല്ലോ, പിന്നെ പോരേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. താങ്കൾ പറഞ്ഞ പോലെ ഒരു ഗതിയും പരഗതിയും എന്തായാലും ആ രീതിയിലല്ല അവിടെ നിന്ന് പോകുന്നത്, നമ്മൾ നാട്ടിലേക്ക് മാറിയതാണ്. പക്ഷേ താങ്കൾ പറയുന്നത് അനുസരിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അല്ലേ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നു എന്നാണ്. അപ്പോൾ താങ്കൾ ഇപ്പോൾ ആ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നെങ്കിൽ, അപ്പോൾ മുമ്പ് ആദ്യത്തെ വീഡിയോയിൽ താങ്കൾ പറഞ്ഞതിൽ എന്താണ് അർത്ഥം? താങ്കൾ തന്നെ വാക്കുകൾ മാറ്റി മാറ്റി പറയും. എന്തുകൊണ്ടാണ് ശ്രീ കലേഷ് കുമാർ അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഒരു വീഡിയോയിൽ ഒരു കാര്യം പറയുന്നു, അത് കഴിഞ്ഞ് 2-3 വീഡിയോ കഴിയുമ്പോൾ ആ കാര്യം തന്നെ മാറ്റി പറയുന്നു. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താങ്കളത് മറന്നുപോയതാണോ എന്ന് അറിയില്ല. എന്തായാലും ലോജിക്കലി അത് കറക്റ്റ് അല്ലല്ലോ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അത് ആവർത്തിക്കരുത്. ഓക്കെ, ഇനി അടുത്ത ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശാനേക്കാൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അത് നല്ലതല്ലേ? അതായത് ഒരു ഗുരുവിനേക്കാൾ വളർന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ആ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, ഒരു മഹത്തരമായ കാര്യമല്ലേ അല്ലേ. ഒരു ഗുരുവിന് എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടാവണമെന്നില്ല. അതുപോലെ ഒരു ഗുരുവിൽ നിന്ന് അറിവ് നേടിയ വ്യക്തി ആ ഗുരുവിനേക്കാൾ മേലെ പോകാൻ പാടില്ല എന്നുണ്ടോ? നമ്മുടെ പഴയ ഒരു സിനിമയിൽ തിലകൻ്റെ ആ ഒരു ഈഗോ ഉള്ള ആളുകളാണോ ഗുരുക്കന്മാർ എല്ലാവരും? അല്ലല്ലോ. താങ്കൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു ഈഗോ കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും താങ്കളത് എടുത്ത് പറയുന്നത്. ഗുരുവിനേക്കാൾ മുകളിലേക്ക് പോയി, ഗുരുവിനേക്കാൾ മുകളിലേക്ക് പോകണ്ടേ? താങ്കൾ കളിയാക്കി പറഞ്ഞതാണെങ്കിലും ആ ആശയത്തിനൊരു തത്വമുണ്ടല്ലോ അല്ലേ. ഓക്കെ, പെരുന്തച്ചൻ എന്ന സിനിമയിൽ തിലകൻ്റെ ആറ്റിറ്റ്യൂഡാണോ നമ്മൾ കാണിക്കേണ്ടത്? അല്ലല്ലോ. ഇനി അടുത്ത ആരോപണം എന്തായിരുന്നു? ജ്യോതിഷം, അതായത് ജ്യോതിഷം എന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. ജ്യോതിഷം ഇപ്പോഴും അവർ അക്കാദമിയുടെ പേര് പറയുന്നില്ല, ജ്യോതിഷ തിയറി പറയുന്നില്ല, ഇത് ജ്യോതിഷം കണ്ടുപിടിച്ച വ്യക്തി ഇപ്പോഴും പറയുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളാ പേര് പറയൂ, അക്കാദമിയുടെ പേര് പറയൂ, ആരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയൂ. ഇപ്പോഴും അവർക്ക് അത് പറയാൻ തയ്യാറല്ല. പക്ഷെ ഇവർ തന്നെ ഇവരുടെ മുഖം കാണിക്കാതെയാണല്ലോ വീഡിയോ തയ്യാറാക്കുന്നത്. ഇപ്പോൾ കലേഷ് കുമാർ വീഡിയോ തയ്യാറാക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരു വ്യക്തിയും കൂടി വീഡിയോയിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, അദ്ദേഹം മുഖം വ്യക്തമാക്കുന്നില്ല, ഒളിച്ചിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഒളിച്ചിരുന്നുകൊണ്ട് കുറച്ച് കാർട്ടൂണുകൾ ട്രോളുകൾ ഇട്ടുകൊണ്ട് ആണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം തന്നെ മനസ്സിലാവുള്ളൂ ഇവർക്ക് എത്രത്തോളം പവർ ഉണ്ട് എന്ന്. ഓക്കെ, പിന്നെന്തായിരുന്നു, പൂജയുടെ കമ്മീഷൻ ഏജൻ്റ് ആയിരുന്നു മുൻപ് എന്ന് പറഞ്ഞിരുന്നു.
പൂജയുടെ കൺവീഷൻ ഏജന്റ് ഞാൻ ആയിരുന്നില്ല. ഇനി താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അങ്ങനെ താങ്കൾ ഒരു ആരോപണം നടത്തുമ്പോൾ അതിനുള്ള തെളിവും കൂടി താങ്കൾ കൊണ്ടുവരണ്ടേ? എന്നിട്ടല്ലേ അത് ആരോപണം നടത്തേണ്ടത്. അതല്ലാതെ ഈ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന പോലെ പറയല്ലല്ലോ. നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് വ്യക്തമായിട്ടുള്ള ആധികാരികമായിട്ടുള്ളൊരു തെളിവ് ഇത് വേണ്ടേ? എന്നാലല്ലേ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ എന്തെങ്കിലും വിളിച്ച് പറയാ, അത് ഒരു 2 വീഡിയോ കഴിയുമ്പോൾ അതിന് മാറ്റി വേറെ ലോജിക്കലല്ലാത്ത വേറെ കാര്യം പറയാ, അതെങ്ങനെ ശരിയാവും? ഒരു കാര്യത്തിൽ ഉറച്ചു നിന്ന് അല്ലേ? പിന്നെ നിങ്ങൾക്ക് വിമർശിക്കാൻ ഞങ്ങളല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ല. നിങ്ങൾ വിമർശിക്കുന്നില്ലല്ലോ. ഞങ്ങൾ വിമർശിക്കാൻ വേണ്ടി തന്നെയാണല്ലോ നിങ്ങളൊരു ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓൾറെഡി ഒരു തടിയൂർ കലേഷ് കുമാർ എന്നൊരു ചാനലുണ്ട്. അതല്ലാതെ ഈ വിമർശിക്കാൻ വേണ്ടി മാത്രം ഒരു ചാനൽ. ഇത് തന്നെയാണ് ഉദ്ദേശം, വിമർശിക്കുക 24 hours വിമർശിച്ചുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. നല്ല കാര്യം, നിങ്ങൾ ഇനിയും വീഡിയോസ് ഇടണം. നമുക്കത് എന്താ പറയുക, വിമർശനങ്ങളാണ് നമ്മളെ വളർത്തുന്നത് എന്ന ആ തത്വം തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. നിങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, വിമർശിക്കുന്നതിൻ്റെ ഇടയിൽ അസഭ്യവാക്കുകൾ ഒരു പരിധിയിൽ കൂടിയാൽ അത് ശ്രദ്ധിച്ചോളൂ. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഓക്കെ, അപ്പം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി വേറെന്തിനാ അടുത്ത ആരോപണം എന്തായിരുന്നു? അക്കാദമി, അതായത് നമ്മുടെ മിത്ര ആസ്ട്രോ അക്കാദമി എന്നത് ഒരു തട്ടിപ്പ് കേന്ദ്രമാണെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കലേഷ് കുമാർ, താങ്കളത് ഒന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് ഞങ്ങൾ തട്ടിക്കുന്നത്? താങ്കൾ പറയുന്നത് ക്ലാസ്സുകൾ എടുത്തു കൊടുത്ത് പറ്റിക്കുന്നു എന്നാണ്. ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത് പറ്റിക്കലാണോ? ആണോ? അതിന് ഉത്തരം ഞാൻ മുമ്പ് തന്നിരുന്നു. അതായത് ടീച്ചർമാർ സിലബസ് എടുത്തു കൊടുക്കുന്നു അല്ലേ? ആ സിലബസിൽ തെറ്റുണ്ടെങ്കിൽ ആ തിരുത്തേണ്ട ആരാ? ആ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ? അങ്ങനെയല്ലേ? ടീച്ചർക്ക് തെറ്റ് പറ്റാം. ടീച്ചർ പഠിപ്പിക്കുന്ന സിലബസിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ടീച്ചറെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്, ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ അധ്യാപകൻ പഠിപ്പിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് ആരാണ്? ആ അക്കാദമിയുമായി ബന്ധപ്പെട്ട്, ആ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലേ തിരുത്തേണ്ടത്? അതല്ലേ അതിൻ്റെ റൂള്. അപ്പം അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്ന സിലബസുമായി ബന്ധപ്പെട്ടോ ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വിമർശനം അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുത്തണം എന്ന് ഇതുണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണ് വിമർശിക്കേണ്ടതും തിരുത്തേണ്ടതും? അക്കാദമിയല്ലേ? അക്കാദമിയുമായി ബന്ധപ്പെട്ടല്ലേ നിങ്ങളപ്പോൾ പ്രസ്താവനകളും ഈ വിമർശനങ്ങളും ആരോപണങ്ങളും കൊണ്ടുവരേണ്ടത്? എന്തുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് അക്കാദമിയെ വെല്ലുവിളിക്കാനും അല്ലെങ്കിൽ അക്കാദമിക്കെതിരെ ആരോപണം ഉയർത്താനും എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? അതിൽ തന്നെ അറിയാലോ നിങ്ങൾ എത്രത്തോളം ഭീരുക്കളാണ് എന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാലോ, ലീഗലായിട്ട് മുന്നോട്ട് വരാലോ. എന്തുകൊണ്ട് വരുന്നില്ല? അപ്പോൾ വരാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? ഇത് കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ ഇതെന്താ നിങ്ങൾ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഇതിനെ പ്രൂവ് ചെയ്യണം. ഓക്കെ, പറയുന്ന തിയറി ഇല്ല, അക്കാദമി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ബ്രോഷർ, കണ്ടോ? അക്കാദമിയുടെ ബ്രോഷറാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടുവെച്ചോ. ഇതിൽ ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലർ കമൻറ്റിൽ ശിവകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനൊരു അക്കാദമി ഇല്ല, കർണാടകയിലാണ്. അപ്പോൾ അക്കാദമി ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ബ്രൗഷർ നമ്മൾ ഒരു ഭംഗിക്ക് അടിച്ചതായിരിക്കുമല്ലേ, ഒരു ഭംഗിക്ക്. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ വായോ, ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത് വീണ്ടും നിങ്ങൾ ഉറച്ച് നിൽക്കണം. അതല്ല ഒരു വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു, മറ്റൊരു വീഡിയോയിൽ വേറൊരു കാര്യം പറഞ്ഞു, അങ്ങനെ പോരുത്. ഒരേ കാര്യത്തിൽ ഉറച്ച് നിൽക്കണം. ഓക്കെ, അതാണ് ആരോപണം. പിന്നെ അതിനെ പ്രൂവ് ചെയ്യണം. ഇത് ഇങ്ങനെയാണ്, ഇന്നതാണ് എന്ന് പ്രൂവ് ചെയ്യും കൂടി വേണം. ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇല്ലെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്യണം. ഇനി ഈ സ്ഥാപനം തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അതും പ്രൂവ് ചെയ്യണം. നിങ്ങൾക്കതിനുള്ള എല്ലാവിധ അവകാശങ്ങളും. പക്ഷേ നിങ്ങൾ പ്രൂവ് ചെയ്യണം, ആരോപണങ്ങൾ മാത്രമാവരുത്. ഓക്കെ, പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? പിന്നുള്ള ആരോപണം വളർന്നു വരുന്നു എന്നാണ് പറയണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോയിൽ. ഞങ്ങൾ വളർന്നു വരുന്നു. യെസ്, ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതിനർത്ഥം നിങ്ങൾ വളർച്ചയെ ഭയക്കുന്നു എന്നാണ്. ആ വളർച്ചയെ ഭയക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അസഭ്യമായ വാക്കുകൾ, സംസ്കാരമില്ലാത്ത വാക്കുകൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ പറയുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി എന്തായിരുന്നു അടുത്തത്? ജ്യോതിഷം എന്ന ബോർഡ് വെച്ചിട്ട് പറ്റിച്ചു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ജ്യോതിഷം എന്ന ബോർഡ് ഞങ്ങൾ വെച്ചിട്ടില്ല സുഹൃത്തുക്കളെ, പക്ഷെ വെക്കാൻ ഉദ്ദേശമുണ്ട്, ഭാവിയിൽ വെക്കും. ഓക്കെ, ബോർഡ് വെച്ചിരിക്കും. ഓക്കെ, പല സ്ഥലങ്ങളിലായിട്ട് ബ്രാഞ്ചുകൾ തുടങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഇൻ ഫ്യൂച്ചർ പ്ലാനുകളാണ്. ഇപ്പോൾ എന്തായാലും ബോർഡ് എവിടെയും വെച്ചിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബോർഡ് ഗ്ലാസ്സിലുള്ളതല്ലാതെ വേറെ ബോർഡുകളൊന്നും വെച്ചിട്ടില്ല, പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ വെക്കും. ഓക്കെ, വെക്കും എന്നുകൂടി പറയുന്നു. ശരി, ഇനി അടുത്ത ആരോപണം എന്തായിരുന്നു? പിന്നെ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുമ്പോഴേ ഈ ട്രോൾ ഫോട്ടോസും ഈ കാർട്ടൂണൊന്നും ഇടാണ്ട് നിങ്ങളുടെ മുഖം കാണിക്കൂ. നിങ്ങളുടെ മുഖം വെച്ച് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ, ഞങ്ങൾ മിത്രാസ് അക്കാദമി ചെയ്യുന്ന പോലെ, ഞങ്ങളുടെ മിത്രാത്മജൻ സാർ ലൈവ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ മുഖം കാണിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ തയ്യാറാക്കൂ. നിങ്ങൾ ലൈവുകളിലേക്ക് വാ. ഓക്കെ, അപ്പോൾ അതിലേക്ക് കടക്കൂ. നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കൂ. നിങ്ങളിപ്പോഴും ഈ കാർട്ടൂൺ പോലെ ചിരിയാണ് വരുന്നത് അതൊക്കെ കാണുമ്പോൾ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ മുഖം കാണിച്ച് നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ ഈ ജനങ്ങളിലേക്ക് കൊണ്ടുവരൂ. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ മുഖം കാണിക്കാൻ ബുദ്ധിമുട്ട്? ഓക്കെ, മുഖം കാണിച്ചുകൊണ്ട് തന്നെ സംസാരിക്കൂ. ആ കൂടെയുള്ള വ്യക്തിയോടും പറയൂ, മുഖം കാണിക്കുക, പേര് പറയാൻ പറയൂ. പേര് പറഞ്ഞുകൊണ്ട് സംസാരിക്കൂ. എൻ്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പറയൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഞങ്ങളെ കണ്ട് മാതൃകയാവും. ഓക്കെ, ഇനി അടുത്തത് ഞങ്ങളെ കണ്ട് മാതൃകയാവെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആരോപണമല്ല കേട്ടോ, തട്ടിപ്പ് നടത്തിയെന്നതല്ല. ഞങ്ങൾ ചെയ്യുന്ന പോലെ മുഖം കാണിച്ച് ലൈവ് ചെയ്യാനും വീഡിയോസ് തയ്യാറാക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കൂ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് അഹങ്കാരം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അഹങ്കാരം ഇല്ലായ്മയൊന്നുമില്ല, ആവശ്യത്തിന് അഹങ്കാരമൊക്കെ ഉണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ വാശിയുമുണ്ട്. മനുഷ്യനായി പോയില്ലേ, എല്ലാ മനുഷ്യർക്കും ചില കാര്യങ്ങൾ വാശിയും അഹങ്കാരവും കാണിക്കും. ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് അല്ലേ? അഹങ്കാരത്തിൻ്റെ ഗ്രഹേത അഹങ്കാരം അല്ലെങ്കിൽ ഡൊമിനേറ്റിംഗ് ഈഗോ കാണിക്കുന്ന ആരാ? സൂര്യനാണ്. എല്ലാ വ്യക്തികൾക്കും, ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യർക്കും എന്തുണ്ടാവും? സൂര്യൻ ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു രാശിയിൽ സൂര്യൻ ഇരിക്കുന്നുണ്ടായിരിക്കും. ആ രാശിയും ഭാവവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ കാരകങ്ങളുമായി ബന്ധപ്പെട്ടും എന്തുണ്ടാവും? അഹങ്കാരം കാണിച്ചിരിക്കും. അത് പല വിഷയങ്ങളിലാണെന്ന് മാത്രം. അതുപോലെ തന്നെയാണ് ദേഷ്യവും പിടിവാശിയും കാണിക്കുക. ചില കാര്യങ്ങളിൽ കാണിക്കും. കാരണം നമുക്ക് നമ്മുടെ 12 രാശികളിൽ ഒരു രാശിയിൽ ചൊവ്വ ഇരിക്കുന്നുണ്ടായിരിക്കും. ആ ചൊവ്വ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ദേഷ്യം പിടിവാശിയും കാണിക്കുക. അതല്ലാതെ എല്ലാ കാര്യങ്ങളല്ല. ഇതെല്ലാവർക്കും ഉള്ളതാണ് സുഹൃത്ത്, എല്ലാവർക്കും ഉള്ളതാണ്. ഇത് കോമൺ ആണ്. ഓക്കെ, പലർക്കും പല എന്താ പറയുക അളവിലായിരിക്കും. ഓക്കെ, ചിലർക്ക് അത് കൂടും, ചിലർക്ക് കുറഞ്ഞിരിക്കും. എന്ന് വെച്ചാൽ ഇല്ലാതില്ല. ചില കാര്യങ്ങൾ അവരത് കാണിക്കും. ഞാനും കാണിക്കും, താങ്കളും കാണിക്കും, എല്ലാവരും കാണിക്കും. അതൊരു തത്വമാണ്, അതൊരു പൊതു തത്വമാണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യം. ശരി, പിന്നെ അടുത്ത ആരോപണം എന്ന് വെച്ചാൽ ആപ്ലിക്കേഷനെ കുറിച്ച് വീണ്ടും ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഇത് എക്സ്പ്ലാനേഷൻ ഒക്കെ കൊടുത്തതാണ്, എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ആപ്ലിക്കേഷനെ കുറിച്ച്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. അതായത് ഈ ഇത് അത്രേ ഉള്ളൂ സംഭവം. നിങ്ങൾ മീൻസ് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചാംഗം ഉപയോഗിച്ച് ഗണിച്ചിരുന്നില്ലേ? പഞ്ചാംഗം ഉപയോഗിച്ച് ഇത് ട്രഡീഷണൽ ആസ്ട്രോളജിയിൽ പണ്ട് കാലഘട്ടത്തിലുള്ളവർ ഈ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയൊക്കെ ആകാശത്ത് നോക്കി ഗണിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ സിസ്റ്റം അതിൻ്റെ സമയം കുറയ്ക്കാനും അതിനെ എളുപ്പമാക്കാനും വേണ്ടിയിട്ടാണ് പഞ്ചാംഗം എന്ന സിസ്റ്റം കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ പഞ്ചാംഗത്തിൽ നോക്കിയിട്ട് നമ്മൾ ഗണിക്കും. പഞ്ചാംഗത്തിൽ നോക്കി ഇന്ന ഗ്രഹം ഇന്ന രാശിയിൽ ഇന്ന ദിവസം ഇന്ന സമയം ഇരിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും അല്ലേ? എന്നിട്ട് അത് എടുത്തെഴുതി നമ്മൾ ജാതകം തയ്യാറാക്കും. ഓക്കെ, അപ്പം അത് ഈ പഞ്ചാംഗം കണ്ടുപിടിച്ചതിനാ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സമയം ലാഭിക്കാനും നമുക്ക് ഇത് ഗണിച്ചെടുക്കാൻ എളുപ്പത്തിനാണ്. ഓക്കെ,
അപ്പം ഇതേ സിസ്റ്റം തന്നെയാണ് ആപ്പും. അതായത് ഈ പഞ്ചാംഗത്തിനെ ആപ്പിലേക്ക് എന്ത് ചെയ്തു, ആപ്പിലേക്ക് കണക്ട് ചെയ്തു. അതിനെ എന്താ പറയുക, ആൽഗരിതം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ ഈ സിസ്റ്റത്തിനെ എടുത്തിട്ട് അതിലേക്ക് ചേഞ്ച് ചെയ്താണ് ഇപ്പോൾ കാണുന്ന ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ, ഈ പഞ്ചാംഗത്തിലുള്ള അതേ ഡാറ്റ തന്നെയാണ് ഈ ആപ്ലിക്കേഷനിലും കിട്ടുന്നത്. ഓക്കെ, ആപ്ലിക്കേഷനിൽ എന്താ ഗുണം, നമുക്ക് ഈ പഞ്ചാംഗത്തിൽ നിന്ന് എടുത്ത് നോക്കി ഗ്രഹങ്ങളെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി ആ ആപ്ലിക്കേഷൻ പ്ലേസ് ചെയ്ത് തരും. 12 രാശിയിലായിട്ട് ഗ്രഹങ്ങളെ പ്ലേസ് ചെയ്ത് തരും. ഏത് നക്ഷത്രത്തിലാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരും, ഏത് ഡിഗ്രിയിലാണ്, ഏത് ഭാഗം, ഏത് കല, എല്ലാം കാണിച്ചു തരും. എല്ലാം ആപ്ലിക്കേഷനിലുണ്ടായിരിക്കും. അത്രയും സ്മൂത്താക്കാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ വന്ന സമയത്ത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഇപ്പോഴും കാളവണ്ടി തന്നെ മതി, അല്ലെങ്കിൽ കാളവണ്ടി തന്നെയാണ് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? കാലത്തിനൊത്ത് മാറണ്ടേ? കാലത്തിനൊത്ത് മാറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഇല്ല, നിങ്ങൾ അധപ്പതിച്ച് പോയിക്കൊണ്ടിരിക്കും. അതാരുടെയും കുറ്റമല്ല. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ. ഈ പഞ്ചാംഗം തന്നെയാണ് ആപ്ലിക്കേഷൻ. ഈ പഞ്ചാംഗത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ആപ്ലിക്കേഷൻ ഉള്ളത്. ആപ്ലിക്കേഷൻ അതിനെ പ്ലേസ് ചെയ്ത് തരും. പഞ്ചാംഗം നോക്കി നമ്മൾക്ക് ഗണിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഇപ്പം നിങ്ങൾ പഞ്ചാംഗം നോക്കി ഗണിക്കുമ്പോൾ പഞ്ചാംഗത്തിൽ നോക്കിയല്ലേ ഗണിക്കുന്നത്. ഒരു ഗ്രഹം ഏത് ഗ്രഹത്തിലിരിക്കുന്നു, ഏത് ഡിഗ്രിയിലിരിക്കുന്നു നോക്കിയിട്ടല്ലേ എടുക്കുന്നത്. അതല്ലാതെ നിങ്ങൾ അത് ഗണിച്ച് നോക്കുന്നില്ലല്ലോ. ആകാശത്ത് പോയിട്ട് ഒരു ഗ്രഹം ഇപ്പം എവിടെയാണെന്ന് നോക്കാറുണ്ടോ? ഇല്ലല്ലോ. അത്രയും സമയവും കാര്യങ്ങൾ എളുപ്പമാക്കി തന്നില്ലേ പഞ്ചാംഗം എന്ന പുസ്തകത്തിലൂടെ. പഞ്ചാംഗം നിങ്ങൾ മേടിക്കാതിരിക്കില്ലല്ലോ, പഞ്ചാംഗം മേടിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ നിങ്ങൾ വേറൊരു ആരോപണം പറയണ്ടായിരുന്നു, ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഉപയോഗിക്കാൻ, വേറെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കരുത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന പഞ്ചാംഗം നിങ്ങളുടെയാണോ? അത് വേറെ ആളുകൾ പബ്ലിഷ് ചെയ്തതല്ലേ നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ എന്താ പറയുക, സ്വന്തമായിട്ട് നിങ്ങൾ തയ്യാറാക്കുന്ന പഞ്ചാംഗമാണ് ഉപയോഗിക്കുന്നത്. അറിയില്ല കേട്ടോ, ഇനി നിങ്ങൾ സ്വന്തമായിട്ട് പഞ്ചാംഗം നിർമ്മിക്കുന്ന, അതായത് കലേഷ് കുമാർ എന്ന വ്യക്തി താങ്കൾ സ്വന്തമായി പഞ്ചാംഗം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് താങ്കളെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നിങ്ങളിത് മേടിച്ചിട്ടുന്നല്ലേ. സാധാരണ ജ്യോതിഷന്മാരൊക്കെ എന്താ ചെയ്യുക, പഞ്ചാംഗം മേടിച്ചിട്ട് തന്നെയല്ലേ കണിക്കുന്നത്. അല്ലാണ്ട് പഞ്ചാംഗം സ്വന്തമായിട്ട് കണ്ടുപിടിക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞത് ആപ്പ് സ്വന്തമായി കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് എവിടത്തെ ലോജിക്കാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, ആപ്പ് ഡെവലപ്പ് ചെയ്യാനും അതിനെ എന്താ പറയുക കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതിൻ്റെ വെർഷൻസ് അപ്ഡേഷൻ കാര്യങ്ങൾക്ക് നോക്കാനായിട്ട് ഒരു വിങ്, അതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ഉണ്ട്. അവർക്കാണ് ആ ചുമതല. ആ ചുമതല തന്നെ നമ്മളേറ്റിരുന്നത്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്മൾ പേ ചെയ്ത് മേടിച്ചാൽ മതിയില്ലേ ജാതകം നോക്കാനായിട്ട്? അങ്ങനെ അത്രയല്ലേ ഉള്ളൂ. അതല്ല ചെയ്യേണ്ടത്. അതല്ല പിന്നെ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക പഞ്ചാംഗം ക്രിയേറ്റ് ചെയ്യാൻ പോവോ? ബുക്ക് ഉണ്ടാക്കി പ്രിൻ്റ് ചെയ്ത് അടിച്ച് എന്നിട്ട് നിങ്ങൾ തയ്യാറാക്കിയ പഞ്ചാംഗത്തിൽ നിങ്ങൾ ഗ്രഹനില നോക്കൂ ഒന്നുമില്ലല്ലോ. അപ്പം അത്രയും അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമുള്ളൂ. ഈ പഞ്ചാംഗം തന്നെയാണ് നമ്മൾ ആപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ ആപ്പ് ഈ പഞ്ചാംഗവുമായി അടിസ്ഥാനത്തിലാണ് ഗ്രഹനില നമുക്ക് തയ്യാറാക്കി തരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് സംഭവം. ഇതാണ് കാര്യം. ഇത് മനസ്സിലാക്കുക. നിങ്ങളിതിന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് എന്ത് ചെയ്യും? ഞങ്ങളെന്ത് ചെയ്യും സുഹൃത്തുക്കളെ? ഒരു രക്ഷയില്ല. പറഞ്ഞു തരാമെന്നല്ലാതെ നിങ്ങളത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഒന്നാമത് താങ്കൾക്ക് സൂര്യൻ്റെയും ചൊവ്വയുടെയും റേഡിയേഷൻ ഉള്ളതാണ്. പേരിൽ തന്നെ സൂര്യനും ചൊവ്വയും റേഡിയേഷൻ ഉണ്ട്. പിന്നെ താങ്കളൊന്നും അംഗീകരിക്കില്ലല്ലോ. അംഗീകരിക്കാതെ ഞങ്ങളുടെ കുഴപ്പമല്ലല്ലോ. ഓക്കെ, അംഗീകരിക്കാൻ ശ്രമിക്കുക, അത്ര പറയുമ്പോൾ. ശരി, ഇനി അടുത്ത ആരോപണം എന്താ നോക്കാം. ആൾ ദൈവമാകാനാണ് ഉദ്ദേശം എന്നൊക്കെ പറയണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഉദ്ദേശമൊന്നുമില്ല. ആൾ ദൈവമാകണമെന്നൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമുക്കതിനോടൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. ഓക്കെ, അങ്ങനെ ആവണമെന്ന് ഫ്യൂച്ചറിൽ ഉദ്ദേശമില്ല. അത് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ്. വെറുതെ അടിച്ചു വിടണം ഓരോന്ന്. ആൾദൈവമാണ് ഉദ്ദേശം. അത് 2 ക്ലാസ്സുകൾ എടുത്തപ്പോഴേക്കും അല്ലെങ്കിൽ ജ്യോതിഷം പഠിച്ചപ്പോഴേക്കും ആൾദൈവമായി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ കളിയാക്കി തരികയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കുക, എന്തെങ്കിലുമൊക്കെ അടിച്ചു വിടുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ആരോപണം എന്തായിരുന്നു? പൊട്ട ക്ലാസ്സുകൾ എടുക്കുന്നു എന്നാണ് അടുത്ത ആരോപണം. ക്ലാസ് പൊട്ടയാണോ അല്ലേന്ന് തീരുമാനിക്കുന്ന ആരാ? സ്റ്റുഡൻസാണ് അല്ലേ? സ്റ്റുഡൻസാണത് പറയേണ്ടത്. അതിൽ 1-2 സ്റ്റുഡൻസ് അല്ല പറയേണ്ടത്. ഒരുപാട് സ്റ്റുഡൻസ് പറയുകയാണെങ്കിൽ
ഭൂരിഭാഗം അല്ലെങ്കിൽ പകുതിയോളം സ്റ്റുഡൻസ് പറയുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞത് ഓക്കെ പൊട്ട ക്ലാസ്സാണ്, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇൻഫോർമേറ്റീവായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് തത്വം ശരിയല്ല എന്ന് നിങ്ങൾക്ക് പറയാം. ഇതങ്ങനെയില്ലല്ലോ. 1, 2, 3 അല്ലെങ്കിൽ 5, 6 പേര് പറഞ്ഞാൽ അത് പൊട്ടശാസ്ത്രമാവോ സുഹൃത്ത്? അപ്പോൾ അതും എനിക്ക് പറയാനുള്ളത്, വെറുതെ അടിച്ചു വിടാതെ അതിനെ ആധികാരികമായിട്ട് തെളിയിക്കണം, നിങ്ങൾ പ്രൂവ് ചെയ്യണം. അത് അവിടെ ഇരുന്ന് യൂട്യൂബിലിരുന്ന് ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. ഓക്കെ, അങ്ങനെ അടിച്ചു വിടാൻ എല്ലാവർക്കും പറ്റും, തള്ളി മറയ്ക്കാൻ ആർക്കും പറ്റും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. പിന്നെ അടുത്തെന്താ, ജ്യോതിഷത്തിനെ മോശമാക്കിയത്. അതെങ്ങനെയാണ് സുഹൃത്ത് ജ്യോതിഷത്തിനെ മോശമാക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ജ്യോതിഷം എന്ന ശാസ്ത്രം, ഈ ശാസ്ത്രത്തിൽ പുതിയ കൂട്ടിച്ചേർക്കലുകളൊന്നും വേണ്ട എന്നാണ് താങ്കൾ പറയുന്നത്. ആ ജ്യോതിഷം എന്ന പഴയ ശാസ്ത്രം, അതായത് പണ്ട് കാലഘട്ടങ്ങളിൽ കണ്ടുപിടിച്ച അതേ തിയറി തന്നെ വെച്ച് പറഞ്ഞാൽ മതി എന്നാണോ താങ്കൾ പറയുന്നത്? പണ്ട് കാലത്ത് രാജാവ് ആയിരുന്നു അല്ലേ, ഇപ്പം അത് രാജാവ് മാറിയിട്ട് ഗവൺമെൻറ്റായി. അപ്പോൾ അത് രാജാവ് തന്നെ എടുക്കണം എന്നാണോ, അതിന് മാറ്റങ്ങൾ വരുന്നെന്നാണോ നിങ്ങൾ പറയുന്നത്? രാജാവിനെ വെച്ച് ചിന്തിക്കാൻ പറ്റുമോ? പണ്ട് കാലങ്ങളിലാണ് രാജാവ് എന്നത്, അത് മാറിയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് എന്ന് ചിന്തിക്കുന്നു. അപ്പോൾ രാജാവിനെ എടുത്തിരുന്ന കാലഘട്ടം വെച്ചിട്ട് ഗവൺമെൻറ് എടുക്കണ്ടേ അല്ലേ? അങ്ങനെയല്ല വേണ്ടത്. സൂര്യനെ രാജാവായി കണ്ടിരുന്നു പണ്ട് കാലത്ത്, ഇപ്പോൾ അത് ഗവൺമെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? അത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? കാലഘട്ടത്തിന് മാറുന്ന മാറ്റങ്ങളല്ലേ, അത് നമ്മൾ ചേഞ്ച് ചെയ്യണ്ടേ? ചെയ്താലേ ഇത് മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജ്യോതിഷം എന്നത് ആ ഒരു മേഖല, ആ ഒരു സയൻസ്, ആ ഒരു തിയറിയിൽ നിൽക്കുന്ന ആളുകളെ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നല്ല നിങ്ങളുടെ അർത്ഥം. അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കി, പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത പോലെ ഭിന്നിച്ച് ഭരിക്കുക, ഞങ്ങളുടേതാണ് ശ്രേഷ്ഠം, ബാക്കിയെല്ലാം ശ്രേഷ്ഠമല്ല, ബാക്കിയെല്ലാം പറ്റിപ്പാണ് എന്ന് പറയുന്ന തിയറി അല്ല വേണ്ടത്. ഓക്കെ, നമ്മൾ എല്ലാവരും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരാണ്. ജ്യോതിഷൻ്റെ പല ടൈപ്പ് ജ്യോതിഷം, ഇപ്പോൾ മോഡേൺ ആസ്ട്രോളജി വന്നിട്ടില്ലേ, നിങ്ങൾ അതിനും എതിരാണോ? മോഡേൺ ആസ്ട്രോളജിക്ക് എതിരാണോ നിങ്ങൾ? അങ്ങനെ ഏതെല്ലാം മേഖലകളുണ്ട്. DNA ആസ്ട്രോളജി ഉണ്ട് അല്ലേ? അപ്പോൾ അത് പറയുന്നത് ഇവിടെ ഉള്ളതല്ല തമിഴ്നാട്ടിലുള്ള, എവിടെ ഉണ്ടായാലും, തമിഴ്നാട്ടിലോ കർണാടകയിലോ ഇന്ത്യയിലോ എവിടെ വന്നാലും, പാശ്ചാത്യ രീതി ആയാലും, നമ്മൾ എല്ലാം ആസ്ട്രോളജിയാണ് അല്ലേ? അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് അവർ വ്യത്യസ്ത രീതിയിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇത് ഏതാണോ വർക്കൗട്ട് ചെയ്യുന്നത്, ഏത് പരീക്ഷ വർക്കൗട്ട് ചെയ്യും, അത് എടുക്കാം എന്നല്ലേ ഉള്ളൂ. അതെടുക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ഓക്കെ, ഇപ്പോൾ ട്രഡീഷണൽ ആസ്ട്രോളജിക്കാൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ് മോഡേൺ ആസ്ട്രോളജി എങ്കിൽ അതെടുത്തുകൂടെ? അതെടുക്കുന്നതല്ലേ ബുദ്ധി, അതെടുത്ത് അതിലെ തത്വങ്ങൾ കൂടി ആഡ് ചെയ്യുന്നതല്ലേ ബുദ്ധി. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയല്ലേ നമ്മൾ അപ്ഡേറ്റ് ആവുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരേ മേഖലയിൽ നിൽക്കുന്ന, ഇപ്പോൾ എനിക്ക് താങ്കളെ വ്യക്തിപരമായിട്ട് യാതൊരുവിധ വിദ്വേഷവും ഇല്ല കേട്ടോ. താങ്കൾ പറയുന്ന ആശയങ്ങളോട് മാത്രമാണ് ഉദ്ദേശം. ഇൻ ഫ്യൂച്ചറിൽ താങ്കൾ ഈ ആശയങ്ങളെ മാറ്റാൻ തയ്യാറാണ് എങ്കിൽ സന്തോഷമുള്ള കാര്യമാണ്. ഒരിക്കലും താങ്കളെ വ്യക്തിപരമായിട്ടല്ല വിമർശനമല്ല, അത് വേറെ ഒന്ന്. താങ്കൾ പറയുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് കാണേണ്ടത്. അപ്പം ഇങ്ങനെ മറുപടി തരുമ്പോൾ ഇത് താങ്കൾക്ക് വ്യക്തിപരമായിട്ട് തരുന്നതല്ല, താങ്കൾ പറയുന്ന സിസ്റ്റം അല്ലെങ്കിൽ താങ്കൾ പറയുന്ന ആശയം, ആ ആശയങ്ങൾക്കും തത്വശാസ്ത്രങ്ങൾക്കും എതിരെയുള്ള മറുപടികളാണ്. ഓക്കെ, അങ്ങനെ കാണണം. അങ്ങനെ കാണുമ്പോൾ താങ്കൾക്ക് രോഷം വരില്ല. ഇതുപോലെ ഞാൻ സംസാരിക്കുന്ന പോലെ കൂളായിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ കാണാം. ഓക്കെ, അതിൽ കൂടുതൽ താങ്കൾ പറയുന്നത് താങ്കളുടെ സംസ്കാരം അനുസരിച്ച് നമുക്ക് എന്തും പറയാം, എന്തും വിളിച്ചു പറയാം, ആക്രോശിക്കാം, അതുപോലെ അസഭ്യം പറയാം. അതൊക്കെ താങ്കളുടെ സംസ്കാരമല്ലേ സുഹൃത്തെ? ഒരു ജ്യോതിഷനായിരുന്നുകൊണ്ട് താങ്കൾ ആക്രോശിക്കുമ്പോൾ അത് ആ ജ്യോതിഷം പഠിച്ച താങ്കളത് ചെയ്യുമ്പോൾ ആർക്കാണത് മോശം? ആ സിസ്റ്റത്തിനത് മോശമല്ലേ? താങ്കളത് ചെയ്യാൻ പാടുണ്ടോ? അതും താങ്കളെപ്പോലെ. എനിക്കൊരു എന്താ പറയുക, ഒരു കോംപ്ലിമെൻ്റ് തന്നായിരുന്നു, ഡോക്ടർ ദാസ്, താങ്ക് യു, നല്ല കാര്യം, ഭാവിയിൽ ഞാൻ ഡോക്ടറേറ്റ് എടുക്കാൻ സാധിക്കട്ടെ. അതിനൊരു മുന്നോടിയായി താങ്കൾ പറഞ്ഞതാണെങ്കിലോ, താങ്കളുടെ നാവിൽ നിന്ന്, ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് കിട്ടിയതല്ലേ ഡോക്ടർ ദാസ്. അപ്പോൾ അത് ഭാവിയിൽ അങ്ങനെ ജ്യോതിഷത്തിൽ ഡോക്ടറേറ്റ് എടുക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാനും പറയുകയാണ്. അപ്പോൾ താങ്കൾക്കും ജ്യോതിഷത്തിൽ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ആളാണല്ലേ, ജ്യോതിഷം രത്നോ അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള താങ്കൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ താങ്കൾക്ക് ഇത്രയും ബഹുമതികൾ കിട്ടണമെങ്കിൽ അത്രയും സ്കില്ലുള്ള ഒരു വ്യക്തി ആവണമല്ലോ. വെറുതെ ആരും താങ്കൾക്ക് ജ്യോതിഷ രത്നം തരില്ലല്ലോ. അപ്പോൾ ജ്യോതിഷത്തിൽ മികവുള്ള ഒരു വ്യക്തിയായിരിക്കും. ആ ജ്യോതിഷത്തിൽ മികവുള്ള ഒരു വ്യക്തിയുടെ സംസാരമാണോ
താങ്കൾ സംസാരിക്കുന്നത്? അസഭ്യ വാക്കുകൾ പറയാൻ പാടുണ്ടോ മിസ്റ്റർ കലേഷ് കുമാർ? ശ്രദ്ധിക്കണ്ടേ? നമ്മൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണ്ടേ? അസഭ്യം നമ്മൾ മാക്സിമം ഒഴിവാക്കണ്ടേ അല്ലേ? അത് ആരോടാണെങ്കിൽ പോലും, ശത്രുവിനോടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യുന്നവരോടാണെങ്കിൽ പോലും അസഭ്യമായ വാക്കിലൂടെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണം. അതും സോഷ്യൽ മീഡിയ പോലത്തുള്ള ഒരു മാധ്യമത്തിൽ വന്നിരുന്നു കൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പേഴ്സണലായിട്ട് പറയുന്നത് പോലെയല്ല. ഓക്കെ, താങ്കൾ എന്താണെന്നും താങ്കളുടെ സംസ്കാരം എന്താണെന്നും ഈ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ. ഓക്കെ, ലൈവിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ വന്ന് എന്തെങ്കിലും വിളിച്ച് പറയലല്ല, അതല്ല നമ്മുടെ കഴിവ്. ഓക്കെ, ശരി. ഇനി അടുത്ത ആരോപണം എന്തായിരുന്നു? പൊട്ട ക്ലാസ്സാണ്. അത് സ്റ്റുഡൻസും ഇൻ ഫ്യൂച്ചറിൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. പൊട്ട ക്ലാസ്സാണോ നല്ല ക്ലാസ്സാണോ, ക്ലാസ് എടുക്കുന്നതിൽ കണ്ടന്റ് ഉണ്ടോ, എടുക്കുന്ന ക്ലാസ്സുകൾ മനസ്സിലാവാൻ ഉണ്ടോ, അങ്ങനെ അല്ല അതിൻ്റെ മാനദണ്ഡം. അപ്പം അത് ആരാണ്? സ്റ്റുഡൻസാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പം ഞാനെടുക്കുന്ന ക്ലാസ് പൊട്ട ക്ലാസ്, അല്ലെങ്കിൽ ഞങ്ങളുടെ തിയറി പൊട്ട, അല്ലെങ്കിൽ താങ്കളുടെ ശ്രേഷ്ഠം എന്നൊക്കെ തീരുമാനിക്കേണ്ട ആരാ? ഇവിടുത്തെ ജനങ്ങളാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ സർവീസ് എടുക്കുന്ന ആളുകളാണ്. ഓക്കെ, പിന്നെ ഓഫീസ് പോലും ഇല്ലയെന്ന് പറഞ്ഞു. ഓഫീസ് ഉണ്ട്, കാണിച്ചു തന്നു. ഓഫീസിൻ്റെ ബ്രൗഷറാണത്. ഓഫീസ് ഇവിടെ ഉണ്ട്. ഇത്രയും QR കോഡ് വരെ വെച്ചിട്ട് ഇറക്കുന്നുണ്ടെങ്കിൽ ഇത് തിരിഞ്ഞാണ് കാണാം. ഇത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് തിരിഞ്ഞാണ് കാണാം. ഇത്രയും QR കോഡ് വെച്ച് ഇറക്കുന്നുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ? ഒരു ഓഫീസ് ഉണ്ടാവേണ്ടതല്ലേ? അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവേണ്ടതല്ലേ? അപ്പോൾ അതും ശ്രദ്ധിക്കുക. എന്തെങ്കിലും വിളിച്ച് പറയരുത്, അന്വേഷിക്കുക, അന്വേഷിച്ചിട്ട് വിളിച്ച് പറയുക. അപ്പം മിത്ര ആസ്ട്രോ അക്കാദമി എന്ന പേരിൽ നമുക്ക് ഇവിടെ ഓഫീസുണ്ട്. തൃശ്ശൂർ രോഹിണി പ്ലാസ ബിൽഡിങ്ങിലാണ് ഈ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ജുമാ മസ്ജിദ് റോഡിലാണ് ഈ ഓഫീസ്. ഓക്കെ, അപ്പോൾ അത് KSRTC ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും അടുത്തായിട്ടാണ്. ഓക്കെ, KSRTC ബസ് സ്റ്റാൻഡ് ആയാലും റെയിൽവേ സ്റ്റേഷൻ ആയാലും ജസ്റ്റ് ഒന്ന് നടക്കാനുള്ള വഴിയുള്ളൂ നമ്മൾ ഓഫീസിലേക്ക്. ഈ ഓഫീസിൻ്റെ നമ്പർ പറഞ്ഞില്ലേ, 8129638155. ഈ നമ്പറാണ് ഓഫീസ് നമ്പർ. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ചിട്ട് അന്വേഷിക്കാം അങ്ങനെ ഒരു ഓഫീസ് ഉണ്ടോ ഇല്ലേ. ഇനി ലൈസൻസ് നമ്പർ വേണോ, അതും ഞങ്ങൾ കാണിക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മൾ റൂൾസ് പ്രകാരം തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഇവിടെ തട്ടിക്കുന്നില്ല. തട്ടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്യണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി അടുത്തത് എന്തായിരുന്നു? ഇൻസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആണ്. നമ്മൾ 10 മിനിറ്റിൽ സർവീസ് കൊടുക്കുന്നുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ PDF തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. PDF അയച്ചു കൊടുക്കും. അതുപോലെ 10 മിനിറ്റ് കൊണ്ട് അവരുടെ ഗ്രഹനില കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കും. അതുപോലെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവും കൊടുക്കും, സൊല്യൂഷനും കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ പോണത്. ഓക്കെ, അതുപോലെ അവരുടെ മൊത്തം ടോട്ടൽ കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അവരുടെ കർമ്മ, അവരെന്തിന് ജനിച്ചു, അവരുടെ ഫാമിലി എങ്ങനെയാണ്, അവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഈ പൊട്ടശാസ്ത്രം എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ഈ ശാസ്ത്രം വെച്ചിട്ടാണ്. നാളെ ഫ്യൂച്ചറിൽ ആളുകൾ, കാലമാണ് ഇതിന് എന്താ പറയുക, ജനങ്ങളാണ്, കാലമാണ് ഇതിന് വിധി എഴുതുന്നത്, നിങ്ങളല്ല. ഓക്കെ, നിങ്ങൾ യൂട്യൂബിൽ വന്നിരുന്നുകൊണ്ട് ഒളിഞ്ഞിരുന്ന വീഡിയോ ചെയ്തു കഴിഞ്ഞാലൊന്നും അത് വിധിയാവില്ല. ഓക്കെ, പിന്നെ ശ്വാസം എടുക്കുമ്പോഴാണ് ജാതകം രൂപീകരിക്കപ്പെടുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു. അതിനെതിരെ വിമർശനം ഉണ്ടായിരുന്നു. ശ്വാസം എടുക്കുമ്പോൾ തന്നെയാണ് ജാതകം രൂപീകരിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് നമ്മുടെ തിയറി. ഓക്കെ, ഒരു കുട്ടി ആദ്യമായി ശ്വാസം എടുക്കുമ്പോൾ ആദ്യത്തെ ശ്വാസം ശ്വാസകോശത്തിലൂടെ പോയി 6 ചക്രങ്ങളിലൂടെ പോയി ഫിൽട്രേഷൻ കഴിഞ്ഞ് തലയിലെത്തി തലയുടെ ടോപ്പ് ഭാഗത്ത് എത്തുമ്പോഴാണ് നമ്മുടെ ജാതകം തലയിൽ ആ ഡാറ്റ, അതായത് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഈ നമ്മുടെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും റെക്കോർഡിക്കൽ ഡാറ്റയുണ്ട്. അതെപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിൽ ഇപ്പോൾ നമ്മുടെ ആകാശത്തുള്ള നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും റെക്കോർഡിക്കൽ ഡാറ്റ ഉണ്ട്. ആ ഡാറ്റ നമ്മുടെ തലച്ചോറിൽ എത്തുന്നുണ്ട്. ഓക്കെ, അതിനെയാണ്
ഗോചാരം എന്ന് വിളിക്കുന്നത്. ഗോചാരം അതല്ല, ഗോചാരം വർക്കാവുന്നത് ഈ സിസ്റ്റമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നത്. ഓക്കെ, നമുക്കൊക്കെ പണ്ട് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, എങ്ങനെയാണ് ഇത്രയും അകലം നിൽക്കുന്ന ഈ ഗ്രഹങ്ങളും ഈ നക്ഷത്രങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നത് എന്നൊരു ചിന്തയുണ്ടാവും. എനിക്ക് വരെ ഉണ്ടായിട്ടുള്ള ചിന്തയാണ് ചെറുപ്പത്തിൽ മീൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിലൊക്കെ. പഠിച്ചിരുന്ന വെച്ചാൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ കേട്ടോ, ഈ ജ്യോതിഷം പഠിച്ചിരുന്ന കാലഘട്ടത്തിലല്ല, ശ്രദ്ധിക്കണം. അപ്പോൾ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിരുന്നത് എങ്ങനെ ഈ ആകാശത്ത് നിൽക്കുന്ന നക്ഷത്രം നമ്മളെ സ്വാധീനിക്കുക, എങ്ങനെയായിരിക്കും ഇത് സ്വാധീനിക്കുക, അല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ റേഡിയേഷൻ വരുന്നത് എന്നൊക്കെ ചിന്തിച്ചിരുന്നു. അപ്പം അതിനുള്ള ഉത്തരം കിട്ടിയത് ഇപ്പോഴാണ്. ഇത് നമ്മുടെ വായുവിലും ഈ പഞ്ചഭൂതങ്ങളിൽ ഇതിൻ്റെ റെക്കോർഡിക്കൽ ഡാറ്റ ഉണ്ട്. പഞ്ചഭൂതങ്ങളിൽ ഈ ആകാശത്തുള്ള ഗ്രഹങ്ങളിലെയും നക്ഷത്രങ്ങളിലെയും റെക്കോർഡിക്കൽ ഡാറ്റ ഈ പഞ്ചഭൂതങ്ങളിലുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു അംശം എന്നൊക്കെ പറയാം. ആ ഒരു ഫ്രീക്വൻസി, റേഡിയേഷൻ എന്ന് പറയാം, വൈബ്രേഷൻ എന്തുണ്ട് ഈ ശ്വാസത്തിൽ, നമ്മുടെ വായുവിലുണ്ട്, വെള്ളത്തിലുണ്ട്, ഭൂമിയിലുണ്ട്, എല്ലാവിടെയും ഉണ്ട്. ഓക്കെ, മൊത്തം അത് നിറഞ്ഞു നിൽക്കുവാണ്. അപ്പോൾ അത് ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പോയിട്ട് ഈ എന്താ പറയുക ചക്രങ്ങളിലൂടെ ഫിൽട്രേഷൻ നടന്ന് അത് തലയിലെത്തുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നിങ്ങളും കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇത് ശരിയല്ലെങ്കിൽ നിങ്ങളത് പ്രൂവ് ചെയ്യണ്ടേ, അല്ലേ? നിങ്ങളല്ലേ പ്രൂവ് ചെയ്യേണ്ട ആളുകൾ. നിങ്ങളാണല്ല ഇതില്ല എന്ന് ആരോപിക്കുന്നത്, അപ്പം നിങ്ങളാണത് പ്രൂവ് ചെയ്യേണ്ട ആളുകൾ. ഓക്കെ, പിന്നെ പറഞ്ഞു കുട്ടീനെ മുതുകത്ത് തട്ടുമ്പോൾ, അല്ലെ, ആ മുതുകത്ത് തട്ടുന്നത് എന്തുകൊണ്ടാണ് സുഹൃത്ത്? അത് പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് മുതുകത്ത് തട്ടുന്നത്? മുതുകത്ത് എന്തിനാ നമ്മളെ ആദ്യം ശ്വാസം എടുക്കുന്നതിന് മുമ്പ് മുതുകത്ത് തട്ടുന്നത് എന്തിനാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അതുപോലെ ആദ്യം ശ്വാസം എടുക്കുമ്പോൾ എന്തിനാണ് കുട്ടി കരയുന്നത് എന്നും നിങ്ങൾ കണ്ടെത്ത്. ഓക്കെ, ശരി. അപ്പം അങ്ങനെയാണ്. എല്ലാ കുട്ടികളും കരയുമല്ലേ? ആദ്യ ശ്വാസം എടുക്കുമ്പോഴാണ് കുട്ടി കരയുന്നത്. അതെന്താ? അത് ഈ ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? അടുത്ത ആരോപണം, ചോദ്യമില്ല. 10,000 രൂപ ഫീസ് മേടിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല എന്ന് പറയുന്നു. അതെങ്ങനെയാണ് ചോദിച്ചത്? 10,000 രൂപ ഫീസ് നമ്മൾ ഇത് പഠിപ്പിക്കാനായി മേടിച്ചിട്ട് ഇത് നമ്മൾ 90 ദിവസത്തെ ക്ലാസ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് തിരിച്ചു കൊടുക്കുക അക്കാദമി? നമ്മളല്ലാട്ടോ ഫീസ് മേടിക്കുന്നത്, അത് പ്രത്യേകം പറയണം. ഞങ്ങളല്ല പഠിപ്പിക്കുന്നവരല്ല ഫീസ് മേടിക്കുന്നത്, അക്കാദമിയാണ്. അപ്പം അക്കാദമി ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഇതൊരു ട്രസ്റ്റ് അല്ല, ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ല. അതുകൊണ്ട് ഇവിടെ കൊടുക്കുന്ന സർവീസുകൾക്ക് ഫീസ് ഉണ്ട്. ഓക്കെ, ഫീസ് മേടിച്ചിട്ടാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു സർവീസ് കൊടുക്കുന്നതിന് ഫീസ് മേടിച്ചിരിക്കും. അപ്പോൾ 90 ദിവസത്തെ ക്ലാസ്സിന് 10,000 രൂപ ഫീസ് മേടിക്കുന്നുണ്ട്. അതിന് 90 ദിവസം 90 മണിക്കൂർ ക്ലാസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഡെയിലി മീൻസ് ശനി ഞായറും ക്ലാസ് ഇല്ല. ബാക്കി ദിവസങ്ങളിൽ 1 മണിക്കൂർ വെച്ച് ഇവർക്ക് 90 ദിവസം എന്നാണ് കണക്ക്. 3 മാസത്തെ കണക്കല്ല, 90 ദിവസം ഇവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ക്ലാസ്സിൽ കൊടുക്കുന്ന കണ്ടന്റ് ശരിയാണോ തെറ്റാണോ അത് വേറെ. ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. ഈ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വെച്ച് ക്ലാസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പേയ്മെൻറ്റ് മേടിക്കുന്നതിൽ തെറ്റുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിത് പറ്റിച്ചു എന്ന് പറയുന്നത്? ഈ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ ലോജിക്കുള്ള ഒന്ന് പറഞ്ഞൊരു. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിതുപോലെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ട് അത് ഫ്രീ ആയിട്ട് കൊടുക്കണം. പൈസ മേടിക്കാതെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ തെളിയിക്കുക, അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നമുക്കെന്തായാലും സാധിക്കില്ല. നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഓഫീസ് വാടകയുണ്ട്, ഇൻ്റർനെറ്റിന് പൈസ വേണം, ഫുഡ്, അതുപോലെ വെള്ളം, ഓഫീസിലെ സൗകര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് പേയ്മെൻറ്റ് വരും, ഇലക്ട്രിസിറ്റി പേയ്മെൻ്റ് ഉണ്ട്, അല്ലേ? അതുപോലെ ഇത് ക്ലാസ്സുകൾ ഞാൻ മാത്രമല്ല ക്ലാസ് എടുക്കുന്നത്, ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നവർക്കും അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ലേ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അനവധി കാര്യങ്ങൾ. ഈ ക്ലാസ്സുകൾക്ക് റെക്കോർഡിക്കൽ ക്ലാസ്സും കൂടി കൊടുക്കുന്നുണ്ട്, അല്ലേ? അത് റെക്കോർഡ് ചെയ്യേണ്ട സംവിധാനങ്ങൾ, ഗൂഗിൾ മീറ്റ് അറേഞ്ച് ചെയ്യണം, അതിന് പൈസ ഉണ്ട്. 100-ൽ കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഗൂഗിൾ മീറ്റിന് പേയ്മെൻ്റ് ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊക്കെ അറിയാവോ നിങ്ങൾക്ക്? അപ്പോൾ ആപ്ലിക്കേഷൻ പേയ്മെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ പല രീതിയിലും പേയ്മെൻറ്റ് വരുന്നുണ്ട്.
ഇതെന്താ നിങ്ങൾ കണക്കിലെടുക്കാത്ത? എന്നിട്ട് പറയാണ്, വെറുതെ ഇരുന്ന് പറയാണ് പറ്റിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പറ്റിച്ചു എന്ന് കൂടി നിങ്ങൾ പറയണം. ഓക്കെ, ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത് തെറ്റാണോ ശരിയാണോ അത് വേറെ. ഇനി നിങ്ങൾ പറയും തെറ്റായ ക്ലാസ്സുകൾ കൊടുത്താണ് പറ്റിച്ചത്, അത് തെറ്റാണെന്ന് അവർക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അവർ വരട്ടെ, ഇത് ഈ ക്ലാസ്സുകൾ എടുത്ത് തെറ്റാണ്, ഇതിന് ഇങ്ങനെയല്ല, ഇത് മണ്ടത്തരമാണ് എന്ന് അവർ പറയണം. അല്ലെങ്കിൽ നിങ്ങൾ പ്രൂഫ് ചെയ്യണം, പ്രൂവ് ചെയ്യണം എന്ത് കൊടുക്കുന്നതൊക്കെ തെറ്റാണ്. ഗോചാരം എന്ന പദം എവിടെയും ഇല്ല, എവിടെയും കണ്ടുപിടിക്കപ്പെട്ടില്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങൾ കണ്ടുപിടിച്ച പദമാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇത് ഞങ്ങൾ കണ്ടുപിടിച്ച പദമാണ്, എന്നാൽ ഞങ്ങൾ കണ്ടുപിടിച്ച പദമല്ല. ഓക്കെ, ഗോചാരം എന്നും പറയും. നിങ്ങൾ കേൾക്കാത്തത് ഞങ്ങൾ കുഴപ്പമില്ലല്ലോ സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ പറ്റിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രൂഫായിട്ട് വരാം. 10,000 രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഫ്രീ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കൂ. ട്രഡീഷണൽ ആസ്ട്രോളജി ഫ്രീ ആയിട്ട് പഠിപ്പിക്കൂ. ഓക്കെ, ഇനി ഈ ഭൂമിയിലെ തിയറി ഇല്ല എന്ന് പറഞ്ഞു. ഈ ഭൂമിയിലെ തിയറി ഇല്ല എന്ന് ഈ തിയറികൾ എന്താണ് സുഹൃത്തെ? ഈ തിയറികൾ ഓരോരോ ആളുകൾ കണ്ടുപിടിക്കുന്നതാ അല്ലേ. പുതിയ പുതിയ തത്വശാസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് വരുന്നതാ. പുതിയ തിയറികൾ ഇല്ല എന്നെങ്ങനെ പറയും? ഭൂമിയിൽ പുതിയ പുതിയ തിയറികളുണ്ട് എന്ന തിയറി ഇല്ല എങ്കിൽ അത് നമ്മൾ പ്രൂവ് ചെയ്യണ്ടേ? അപ്പോഴും എല്ലാം ഇത് പ്രൂവ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. വെറുതെ ഇരുന്ന് പറയാൻ പറ്റുമോ ഇങ്ങനൊരു തിയറി ഇല്ല എന്ന് നിങ്ങളൊരു സുപ്രഭാതത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ താങ്കൾ ഇൻ ഫ്യൂച്ചറിൽ ഒരു മിസ്റ്റർ കലേഷ് കുമാർ താങ്കൾ സുപ്രഭാതത്തിൽ ഒരു തിയറി കൊണ്ട് വന്നാൽ അത് ശരിയല്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതിന് പ്രൂവ് ചെയ്യണ്ടേ? ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് ശരിയല്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം അതിനാദ്യം നിങ്ങളിത് പഠിക്കേണ്ടി വരില്ലേ? നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു തിയറി ആയതുകൊണ്ട് നിങ്ങളിത് പഠിച്ചതിന് ശേഷമല്ലേ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തിയറി എന്താണെന്ന് നിങ്ങൾ പഠിക്കണം അല്ലേ, എന്നാലേ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അല്ലേ? അങ്ങനെയല്ലേ ഇതിൻ്റെ കണക്ക്. ഓക്കെ, ഇപ്പോൾ വെറുതെ ഇരുന്ന് പറയില്ല, ഇത് പ്രൂവ് ചെയ്യാൻ പറ്റണം. പിന്നെ അടുത്ത് പറഞ്ഞത് മേക്കപ്പ് ഇട്ടുകൊണ്ടാണ് വരുന്നത്. ഇതുവരെ മേക്കപ്പ് ഇട്ടിട്ടില്ല, ഇൻ ഫ്യൂച്ചർ മേക്കപ്പ് ഇട്ട് വരേണ്ടി വന്നാൽ അങ്ങനെയും നമ്മൾ വരും, അങ്ങനെ ക്ലാസ് എടുക്കും, അങ്ങനെ യൂട്യൂബ് വീഡിയോസ് ചെയ്യും. അതിനോടൊന്നും നമ്മളൊന്നും എതിരല്ല. മേക്കപ്പ് ഇടുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷെ ഇപ്പം ചെയ്യാറില്ല, ഇപ്പം മേക്കപ്പ് ഒന്നും ഉണ്ടാകാറില്ല. നമ്മൾ നാച്ചുറൽ ബ്യൂട്ടിയിൽ തന്നെയാണ് വരാറ്. ഓക്കെ, വെറും ആരോപണങ്ങളാണെന്നേ. മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു AC റൂമിലിരുന്നാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ അതെ നമ്മുടെ അക്കാദമിയിൽ AC ഇപ്പം നിലവിലില്ല, കണ്ടോ. അപ്പോൾ ഇതാണ് സംഭവം, വെന്റിലേഷൻ പരിപാടിയാണ്, എക്സോസ്റ്റാണ് വെച്ചത്. ഓക്കെ, അപ്പം നിങ്ങളിതൊന്നും കാണുന്നില്ല, എന്ത് ചെയ്യും? വെറുതെ ഇരുന്ന് നിങ്ങൾ അക്കാദമി കണ്ടിട്ടില്ല, അക്കാദമി ഉണ്ടോയെന്ന് തന്നെ അറിയില്ല, എന്നിട്ടിരുന്ന് പറയാണ് AC റൂമിലിരുന്നാണ് ക്ലാസ് എടുക്കുന്നത്, അതാണ് ഇതാണ് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെയാണ് പറയണേ. എന്ത് ചെയ്യും? രക്ഷയില്ല. നിങ്ങൾ തിരുത്താൻ തയ്യാറല്ല, അതാണ് പ്രശ്നം. മേക്കപ്പും കാര്യങ്ങളും ഇതുവരില്ല. ഭാവിയിൽ മേക്കപ്പ് ഇട്ട് ചെയ്യുന്ന വെച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? AC റൂമിലിരുന്ന് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല. പുതിയ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇൻ ഫ്യൂച്ചർ സ്ലൈഡുകൾ ഉപയോഗിച്ച് ക്ലാസ് എടുക്കും, പ്രസൻറ്റേഷൻ വെച്ച് ക്ലാസ് എടുക്കും, പ്രൊജക്ടർ ഉപയോഗിച്ച് ക്ലാസ് എടുക്കും. ആ ഒരു ഇതിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തെ. അപ്പോൾ ഫ്യൂച്ചറിൽ വരും. അതൊന്നും ഒക്കെ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലില്ല. അപ്പം അതൊക്കെ ആവശ്യമാണ് അല്ലേ, അതൊക്കെ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. സ്റ്റുഡൻസിന് എങ്ങനെയാണ് കറക്റ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുക, അത് എത്രയും സിമ്പിളാക്കി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ എടുക്കണം അല്ലേ. ആ ശ്ലോകങ്ങളൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശ്ലോകങ്ങൾ ഉപയോഗിച്ചോ, കുഴപ്പമില്ല. ഇനി അതല്ല, ശ്ലോകങ്ങൾ മാറ്റി പുതിയ റൂൾസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ വരുന്നത് സാധാരണക്കാരല്ലേ. അപ്പോൾ അവർക്ക് എന്ത് വേണം? പുതിയ പുതിയ മെത്തഡോളജി വേണ്ടി വരും അവരെ പഠിപ്പിക്കാൻ. അതിലെന്താണ് സുഹൃത്ത് തെറ്റുള്ളത്? അതിനെന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? അതിന് നിങ്ങൾ സ്വാഗതം ചെയ്യല്ലേ ചെയ്യുക. നിങ്ങളുടെ തിയറിക്ക് അവിടെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, നിങ്ങളുടെ തിയറി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ പുതിയൊരു തിയറിയല്ലേ കൊണ്ടുവരുന്നത്. നമ്മൾ മീൻസ് ഞാനല്ല കേട്ടോ, നമ്മുടെ അക്കാദമി, നമ്മുടെ ഗുരുസ്ഥാനീയനായ മിത്രാത്മജൻ സാറാണ് ഈ തിയറി രൂപീകരിച്ചത്. അപ്പോൾ നമ്മളല്ല, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു ഭൂമിയിൽ ഈ തിയറിയില്ല, ഗ്രന്ഥം ഉണ്ടാക്കാൻ. ഇൻ ഫ്യൂച്ചറിൽ ഗ്രന്ഥങ്ങളൊക്കെ വരും സുഹൃത്തെ, ഗ്രന്ഥങ്ങളൊക്കെ വരും. നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ബേജാറാവല്ലേ, കാത്തിരിക്കുക. ഓക്കെ.
പിന്നെന്താ പറഞ്ഞത്, സുനിൽകുമാർ എന്ന വ്യക്തിയുടെ 10,000 രൂപ പറ്റിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തിയോട് അക്കാദമിയായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ. എന്നിട്ട് ആ വ്യക്തി പറയട്ടെ ഏത് രീതിയിലാണ് അദ്ദേഹത്തെ പറ്റിച്ചതെന്ന് പറയട്ടെ. ഓക്കെ, എന്നിട്ട് പറയട്ടെ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായി. അദ്ദേഹത്തിന് ക്ലാസ്സുകളെ എടുത്തില്ല. 90 ദിവസത്തെ ക്ലാസ്സുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് ശരിയാണ്, പറ്റിച്ചു എന്നത് പറയുന്നത് ശരിയാണ്. ഓക്കെ, പിന്നെന്തോ ഒരു ആരോപണം മുക്കിക്കൊല്ലണമെന്നോ അങ്ങനെയൊക്കെ എന്തോ പറയേണ്ടതെന്നോ. എന്തിനാണ് സുഹൃത്തെ താങ്കൾ ജ്യോതിഷമാണ് കൈകാര്യം ചെയ്യുന്നത്, അതോ എന്താ പറയുക കൊട്ടേഷൻ മണിയാണോ കൈകാര്യം ചെയ്യുന്നത്? മനസ്സിലാവില്ല. ഓക്കെ, പിന്നെന്താ പറഞ്ഞ പഠിപ്പി നിൽക്കുന്നവരുടെ മോന്ത കൊള്ളില്ല, ആ ജാടയാണ്. എന്തൊക്കെ ആരോപണമാണ് നോക്ക്. ഇതൊക്കെ ഒരു ആരോപണമാണ് സുഹൃത്തെ. പഠിപ്പിക്കുന്നവരുടെ മോന്തയോ അവരുടെ ജാടയാണോ ഇവിടുത്തെ വിഷയം? അവർ കൊടുക്കുന്ന വിഷയം അവർക്ക് മനസ്സിലാവുന്നത്, സ്റ്റുഡൻസിന് മനസ്സിലാവുന്നുണ്ടോന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. വെറുതെ എങ്ങനെ ഇരുന്ന് അടിച്ചോണ്ട് വിടാന്ന്, തള്ളി മറക്കി എന്ത് ചെയ്യുക? അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഈ ശാസ്ത്രം നല്ലതാണോ മോശമാണോ എന്നൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്, അല്ലേ? സ്റ്റുഡൻസാണ് തീരുമാനിക്കേണ്ടത്. ഭാവി തലമുറയാണ്, കാലമാണ് തീരുമാനിക്കേണ്ടത്. ഇതിൽ നന്മയുണ്ടെങ്കിൽ ഇത് വളർന്നു വരിക തന്നെ ചെയ്യും. അതല്ല ഇത് തിന്മയുള്ളതാണെങ്കിൽ ഇത് താഴേക്ക് പോവും, അധപതിച്ച് പോവും. അതങ്ങനെയാണല്ലോ. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ തത്വം. ഓക്കെ, പ്രപഞ്ചത്തിൻ്റെ റൂൾ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഈ തത്വശാസ്ത്രം നന്മയില്ലാത്തതാണെങ്കിൽ ഈ തത്വശാസ്ത്രത്തിന് ഫ്യൂച്ചറിൽ വളർച്ച ഉണ്ടാവില്ല. അതല്ല, എന്തെങ്കിലും ഒരു നന്മയുണ്ട്, നമ്മൾ നന്മയാണ് പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ ഇത് വളർന്നു വരിക തന്നെ ചെയ്യും ഫ്യൂച്ചറിൽ. ഓക്കെ, ഇനി ഒരു 10 കൊല്ലം കൂടിയും കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരു 10 കൊല്ലം കൂടി കഴിയട്ടെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കോൺഫിഡൻസ് ഉണ്ട്. കാത്തിരുന്ന് കാണാം. നമുക്ക് 10 വർഷം കൂടി കഴിയട്ടെ. ഓക്കെ, ഒരു 5-10 വർഷം കഴിയട്ടെ. 10 വർഷമൊന്നും വേണ്ടി വരില്ല എന്നാലും. ഓക്കെ, പിന്നെ നമ്മളെ വിശേഷിച്ചു പുഴുവാണ്. ശരിയാണ്, നമ്മളൊരു പുഴുവിൻ്റെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു ശിശുവാണ് ഇപ്പോഴും. അല്ല, ജ്യോതിഷം എന്ന മഹാസാഗരത്തിൻ്റെ കരക്കിയിരുന്ന് കൈക്കുമ്പിളിൽ വെള്ളമെടുക്കുന്ന ഒരു ശിശു തന്നെയാണ് തീർച്ചയായും. അതെ, നമ്മളെല്ലാവരും ശിശുക്കളാണല്ലോ. ഇങ്ങനത്തെ മഹാശാസ്ത്രം നമുക്ക് മുഴുവനായിട്ട് പഠിക്കാൻ സാധ്യമല്ല. ഇത് പഠിക്കും തോറും പുതിയ പുതിയ അറിവുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും, പുതിയ പുതിയ അപ്ഡേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതങ്ങനെയാണ്. പിന്നെ പറഞ്ഞു ആസ്ട്രോ ഗൈഡ് എന്ന ആപ്ലിക്കേഷൻ ഏത് കൊച്ചു കുട്ടിക്ക് വരെ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് നല്ല കാര്യമല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്. ഏത് കുട്ടിക്കും വരെ എടുക്കാൻ പറ്റണ്ടേ? അതല്ലേ ഇതിൻ്റെ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വരെ ആപ്പ് ഉപയോഗിച്ച് ഗ്രഹനില ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലത്. ഓക്കെ, കുട്ടികൾക്ക് ഗ്രഹനില ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആസ്ട്രോളജി അല്ല ഏതെങ്കിലും ഒരു തിയറി പഠിക്കണം. തിയറിയോ അല്ലെങ്കിൽ എന്താ പറയുക DNA ആസ്ട്രോളജിയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ ആസ്ട്രോളജിയോ, അല്ലെങ്കിൽ മോഡേൺ ആസ്ട്രോളജിയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജാമക്കോലാരൂടോ, എന്തെങ്കിലും ഒരു സിസ്റ്റം പറയാം. അല്ലെങ്കിൽ പ്രശ്നം വയ്ക്കുന്ന ശാസ്ത്രമോ, അങ്ങനെ അല്ലെങ്കിൽ ഉദയാരൂഢം, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ശാസ്ത്രം പഠിച്ചിരിക്കണമല്ലോ, നല്ലത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷനെല്ലാം കിട്ടും. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും വേണം. അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഏതെങ്കിലും ഒരു തിയറി അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതാണ് കൊച്ചു കുട്ടികൾക്ക് വരെ ആസ്ട്രോ ആപ്പ് ഉപയോഗിക്കാൻ പറ്റും. അത്രയും സിമ്പിളായിട്ടാണ് ആപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, ജനിച്ച സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ വരും. സിമ്പിളായിട്ട് വരും, അല്ല മിനിറ്റുകൾക്കുള്ളിൽ കിട്ടും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അത്രയും സിമ്പിളാണെന്ന് മനസ്സിലാക്കുക. അപ്പം അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. കാൽക്കുലേറ്റർ അങ്ങനെ തന്നെയല്ല. കാൽക്കുലേറ്റർ ഏത് കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റും? കുട്ടിക്ക് അത് ഉപയോഗിക്കാൻ അറിയാൻ കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ? അതെ, അതിൽ കുട്ടിയാണോ വലിയ ആളാണോ പ്രായമായ ആളാണോ എന്നൊന്നുമില്ല. അത് എന്താണ്, അത് അറിഞ്ഞാൽ മതി, അത് ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി. ഓക്കെ, ഉപയോഗിക്കാൻ അറിഞ്ഞാൽ മതി, പിന്നെ കണക്ക് കൂട്ടാൻ അറിഞ്ഞാൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് സ്വന്തമായ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം പറഞ്ഞു. സ്വന്തമായ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സുഖത്ത് ഉപയോഗിക്കുക? അങ്ങനെയാണെങ്കിൽ സ്വന്തമായി പഞ്ചാംഗം അടിച്ചിറക്കിയതിന് ശേഷമല്ലേ നമ്മൾ ഓരോരുത്തരും പഞ്ചാംഗം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരെ? അല്ല, നിങ്ങൾ പറയുന്ന തത്വം അനുസരിച്ച് അങ്ങനെയല്ലല്ലോ. എന്തായാലും എല്ലാ ആസ്ട്രോളജേഴ്സും പഞ്ചാംഗം സ്വന്തമായിട്ട് നിർമ്മിക്കുന്നില്ലല്ലോ. നിർമ്മിച്ച ആളുകളിൽ നിന്ന് മേടിക്കില്ല ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ. ഇത് ഡെവലപ്പ് ചെയ്ത ആളുകളിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നു. പഞ്ചാംഗം നമ്മൾ പൈസ കൊടുത്ത് ഒരു പ്രിൻ്റ് മേടിക്കുന്ന പോലെ തന്നെയാണ് സംഭവം. ഓക്കെ, പിന്നെന്തായിരുന്നു? ഈ തിയറി പഠിച്ചിട്ട് ഗുണമുണ്ടോ?
അത് ഫ്യൂച്ചറാണ് പറയണ്ടേ. ഈ തിയറി പഠിച്ച് ഇറങ്ങുന്നവർ അത് പ്രാക്ടിക്കലായിട്ട് എടുത്ത് മറ്റുള്ളവർക്ക് റിസൾട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇത് ഗുണമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ 3ാമത്തെ ബാച്ച് ആയിട്ടുള്ളൂ. ഫസ്റ്റ് ബാച്ച് പഠിച്ചിറങ്ങി, സെക്കൻഡ് ബാച്ച് പഠിച്ചിറങ്ങി, ഇനി തേർഡ് ബാച്ച് പഠിച്ചിറങ്ങി, അങ്ങനെ ഓരോരോ ബാച്ച് പഠിച്ചിറങ്ങി അതിൽ കഴിവും പ്രാഗൽഭ്യവും പഠന മികവുള്ള സ്റ്റുഡൻസ് വരും. അവർ ഇതിനെടുത്തുകൊണ്ട് വരും. അവർ ഫ്യൂച്ചറിന് പറഞ്ഞു കൊടുക്കും, ജാതകം എടുത്തു കൊടുക്കും. അത് കാലമാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, ഗുണമുണ്ടോ ഇല്ലയെന്ന് കാലം തെളിയിക്കും. കാലം തെളിയിക്കുക തന്നെ ചെയ്യും. ഓക്കെ, നിങ്ങളതിനെക്കുറിച്ച് ബേജാറാവണ്ട. പിന്നെന്താ, കോടികളുണ്ടാക്കുന്നു. ഒരു വീഡിയോയിൽ തന്നെ ഒരു ഭാഗത്ത് പറയും ഒരു ഗതി പരഗതി ഇല്ല എന്ന് പറയും. അതുപോലെ എന്താ പറയുക, അതേ വീഡിയോയിൽ തന്നെ ഒരു ഭാഗത്ത് പറയും കോടികൾ ഉണ്ടാക്കുന്നു എന്ന് പറയും. ഇതിലേതാണ് ശരിക്കുന്നത്? ശരി, നിങ്ങൾ തന്നെ പറയാം, ഏതാണ് ശരി? കോടികൾ ഉണ്ടാക്കുന്നതാണോ അതോ ഒരു ഗതി പരഗതി ഇല്ലാത്തതാണോ? ഒന്നൊന്ന് നിങ്ങൾ ആദ്യം വ്യക്തമാക്കുക. നിങ്ങളതിലൊരു സ്ഥിരത വരുത്തുക. ഓക്കെ, അപ്പോൾ അതാണത്. തട്ടിപ്പിന് പരിധി ഉണ്ടെന്ന് പറയുന്നു. അതെന്താണ് സുഹൃത്ത് പരിധി എന്ന് മനസ്സിലാവില്ല. തട്ടിപ്പ് തന്നെയല്ലേ, അത് എങ്ങനെ ചെയ്താലും തട്ടിപ്പാണ്. അതിനെന്താ പരിധി? അതിന് പരിധിയൊക്കെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമാക്കും എന്താണ് പരിധി. അപ്പോൾ പിന്നെ പറയാനുള്ള സ്വന്തമായിട്ട് എനർജി ഉണ്ട് നിങ്ങൾക്കെന്ന് പറയുന്നു അല്ലേ. അതപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായ എനർജി ഉള്ള ആളാണ്, നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് മറ്റുള്ളവരെ വിമർശിക്കുമ്പോഴാണോ എനർജി കിട്ടുന്നത്? അതോ നിങ്ങൾ ഈ മറ്റുള്ളവരെ വിമർശിച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് എനർജി കുറയാണോ ചെയ്യുക? ഒന്ന് വ്യക്തമാക്കണമല്ലോ. നിങ്ങൾ പറഞ്ഞു സ്വന്തമായിട്ട് എനർജി ഉള്ള ആളുകളാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പം അതൊന്ന് വ്യക്തമാക്കും. ഓക്കെ, പിന്നെ പറയണ്ടായിരുന്നു അണ്ടകടാക മണ്ഡശിരോമണി പുരസ്കാരം. ആയിക്കോട്ടെ, അണ്ടകടാക മണ്ഡശിരോമണി പുരസ്കാരമോ എന്തു തന്നെ ആയിക്കോട്ടെ, താങ്കൾക്ക് എന്തായാലും ജ്യോതിഷരത്നം പുരസ്കാരം കിട്ടിയ ആളല്ലേ. ആ ആളാണ് എന്നെ ഇരുന്ന് വിമർശിക്കുന്നത്. അപ്പം ഞാനും താങ്കളും തമ്മിലുള്ള ആ അന്തരം എത്രത്തോളം ഉണ്ടെന്ന് നോക്കൂ. ആ താങ്കൾ എന്നെ വിമർശിക്കണമെങ്കിൽ എന്നാലോചിച്ചു, ഒരു പുഴുവായ ഒരു ശിശുവായ എന്നെ വിമർശിക്കുകയാണെന്ന് പറയുമ്പോൾ എന്താ അല്ലേ, താങ്കൾ എവിടെ കിടക്കുന്നു, ഞാനെവിടെ കിടക്കുന്നു? എവിടെയോ കിടക്കുന്ന താങ്കൾ, എത്രയോ ഉയരങ്ങളിൽ നിൽക്കുന്ന താങ്കൾ നമ്മളെപ്പോലുള്ള ഒരു പുഴുവിനെ ശിശുവിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. എന്താ നോക്കുന്നത്? ആ ഒരു അന്തരം നോക്ക്, ആ ഒരു വ്യത്യാസം നോക്ക്. താങ്കൾക്ക് ഞങ്ങളെ വരെ, അതായത് പുഴുക്കളായ പുതിയ തിയറി കൊണ്ടുവരുന്ന ഞങ്ങളെ വരെ വിമർശിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് സുഹൃത്തെ? ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ പറയുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടികളായി എടുത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്താം. ഇനി ഞങ്ങൾക്കാണ് തെറ്റുകൾ പറ്റിയിട്ടുള്ളതെങ്കിൽ അത് നിങ്ങൾ പ്രൂവ് ചെയ്യാം. ഇന്ന കാര്യങ്ങളാണ്, ഇന്ന ഇതുകളാണ് തെറ്റുകൾ. അത് ഓക്കെയാണ്. നിങ്ങൾ പറയുന്ന വിശദീകരണം കറക്റ്റാണെങ്കിൽ ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ് സുഹൃത്തുക്കളെ, തയ്യാറാണ്. ഒരിക്കലും നമ്മൾ എതിരല്ല. തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ തിരുത്തുക തന്നെ ചെയ്യും. പക്ഷെ ആ തെറ്റാണെന്ന് നിങ്ങൾ ആധികാരികമായിട്ട് തെളിയിക്കണം. ഓക്കെ, അതല്ലാതെ യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് വെറുതെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ അത് തെറ്റാവും. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ആവാം, വീണ്ടും പുതിയ വീഡിയോസ് ഇറക്കാം, വീണ്ടും വരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോസിന് അടുത്ത മറുപടിയായിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.